Hi, today I'm going to make some chili chicken, which is very easy recipe. You can make it in your kitchen. It's a simple recipe. So I'm going to take, if you have any guests more than 10, 15 people, then you can use this recipe. Thank you. Please follow the recipe. I have four varieties of pepper, you know, green pepper, red, yellow, and this is some different, mixture of yellow and red. First, I need to cut in dice or triangle. That's up to you. I have a two red onion. The red onion, I'm going to dice that red onion. The small parts, I am going to chop it, which is I'm going to use for a tempering. Just like this, dice. ഞാൻ റിപ്പീറ്റ് ചെയ്തുതരാം. ബേസിക്കലി 2.5 കിലോ ചില്ലി ചിക്കനാണ് നമ്മൾ ഉണ്ടാക്കുന്നത്. അതിന് വേണ്ടിയിട്ട് ഞാനൊരു 4 വെറൈറ്റി പെപ്പർ എടുത്തിട്ടുണ്ട്. അതെല്ലാം നമ്മൾ ഡേയ്സ് ആയിട്ട് കട്ട് ചെയ്തിട്ടുണ്ട്. ഡയമണ്ട് ആയിട്ട് വേണമെങ്കിൽ നിങ്ങൾക്ക് കട്ട് ചെയ്യാം. എങ്ങനെയാണോ നിങ്ങളുടെ ഇഷ്ടം അതുപോലെ നിങ്ങൾക്ക് കട്ട് ചെയ്യാം. അതിനുശേഷം 2 ഒനിയൻ നല്ലപോലെ ഒനിയൻ്റെ ഇതടിക്കുന്നുണ്ട്, എരിവടിക്കുന്നുണ്ട്. 2 ഒനിയൻ ഡേയ്സ് ആയിട്ട് കട്ട് ചെയ്യുക. അതിനുശേഷം അതിനകത്തുള്ള ഈ ചെറിയ പാർട്ട് ഞാൻ ചെറുതായിട്ട് ചോപ്പ് ചെയ്യാൻ പോകണം. ഇത് നമ്മൾ ടെമ്പറിങ്ങിന് ഉപയോഗിക്കാൻ പറ്റും. അപ്പോൾ നമ്മുടെ ചോപ്പിംഗ് പരിപാടികൾ ഇതാണ്. നമ്മുടെ നെക്സ്റ്റ് സ്റ്റെപ്പ്. ഐ എം ഗോയിങ് ടു യൂസ് 20 gram of ginger chop, 20 gram garlic chop, and 6 green chilli, which is I already cut it as a diagonal, and chop onion. That's it. This is the prep. അപ്പോൾ ഡേയ്സ് ആയിട്ട് കട്ട് ചെയ്തിട്ടുള്ള ബെൽ പെപ്പർ, ഒനിയൻ ഇതെല്ലാം കൂടി മിക്സ് ചെയ്ത് വെക്കുക. ഇതാണ് ചോപ്പ് ചെയ്തിട്ടുള്ള എല്ലാ വെജിറ്റബിളും. ഇതാണ് നമുക്ക് ഫസ്റ്റ് വേണ്ട പ്രൈപ്പ്. ഇതിന് ശേഷം നമുക്കിനി നമ്മുടെ 2.5 കിലോ ചിക്കൻ കട്ട് ചെയ്യാം. അതാദ്യം മാരിനേഷൻ ചെയ്ത് വെക്കാം. ദിസ് എ 2.5 കിലോ ചിക്കൻ വിച്ച് ഇസ് ഐ ഓൾറെഡി ക്ലീൻ, വാഷ്ഡ് ആൻഡ് ക്ലീൻ. ഐ എം ഗോയിങ് ടു ആഡ് സോൾട്ട്. അപ്പോൾ നമ്മൾ 2.5 കിലോ ചിക്കനിലേക്ക് ആവശ്യത്തിനുള്ള സോൾട്ട്, 4 ടേബിൾ സ്പൂൺ കോൺഫ്ലോർ, 4 ടേബിൾ സ്പൂൺ കോൺഫ്ലോർ, ലിറ്റിൽ ബിറ്റ് ഓഫ് സോയ സോസ്, കുറച്ച് സോയ സോസ്. എന്നിട്ട് നമ്മൾ ഇതെല്ലാം കൂടിയിട്ട് നല്ലപോലെ മിക്സ് ചെയ്ത് മാരിനേഷൻ ചെയ്യണം. സോ ദിസ് ഓൾ ഇൻഗ്രീഡിയൻസ് ജസ്റ്റ് വി നീഡ് ടു marinate the chicken very well. After that we need to fry in the hot oil. അപ്പോൾ നമ്മുടെ ചിക്കൻ ഓൾറെഡി മാരിനേഷൻ ചെയ്ത് വെച്ചിട്ടുണ്ട്. ഇനി നമുക്ക് ഡയറക്റ്റ് ഹോട്ട് ഓയിലിൽ ഫ്രൈ ചെയ്യാം. നല്ല ഗോൾഡൻ കളറായിട്ട് ചിക്കൻ വറുത്തെടുക്കണേ. ചിക്കൻ വറുത്തതിന് ശേഷം വേറൊരു പാൻ ചൂടാക്കുക. എന്നിട്ട് അതിലോട്ടൊരു 50 ml ഓയിൽ ഒഴിക്കുക. അതേസമയം നമ്മുടെ ഈ ഒനിയനും പെപ്പറും കുറച്ച് കൂടുതലായ കാരണം നമ്മൾ ഈ ചിക്കൻ ഫ്രൈ ചെയ്ത ഓയിലൊന്ന് ചെറുതായിട്ടൊന്ന് ഇട്ട് നല്ലപോലെ ഒന്ന് സോട്ട് ചെയ്തിട്ടെടുക്കുക. സോട്ട് ചെയ്തിട്ട് നമ്മൾ ഓയിൽ നിന്ന് കോരി സെപ്പറേറ്റ് മാറ്റി വയ്ക്കുക. നല്ലപോലെ ഫ്രൈ ആകരുത്, ഒരു ചെറുതായിട്ട് നല്ല ക്രഞ്ചിനെസ് വേണം. അതിനുശേഷം നമ്മുടെ ഈ ചൂടായിട്ടുള്ള പാനിൽ നമ്മൾ ചോപ്പ് ചെയ്ത് വെച്ചിട്ടുള്ള ഗാർലിക് ആഡ് ചെയ്യുക. നല്ലപോലെ കുക്ക് ചെയ്യുക. ഹീറ്റ് പാൻ, ആഡ് 50 ml oil. After that we need to add the chopped garlic. Then we need to cook it very well till the golden color. After that we need to add chopped ginger, chopped onion, then green chilli. These all things we need to cook till that golden color. ഇതെല്ലാം നമ്മൾ കറക്റ്റായിട്ട് ഗോൾഡൻ കളർ ആകുന്നവരെ നല്ലപോലെ സോട്ട് ചെയ്യണം. നമ്മുടെ ഇഞ്ചി, പച്ചമുളക്, വെളുത്തുള്ളി, അതുപോലെ തന്നെ ഉള്ളി ചോപ്പ് ചെയ്തിട്ടുള്ളത്, ഇത്രയും സംഭവങ്ങൾ നല്ലപോലെ ഗോൾഡൻ കളർ ആകുന്നതിന് മുന്നേ തന്നെ നല്ല പച്ചമണമെല്ലാം പോയി കിട്ടും. ഇതിനകത്തോട്ട് നമ്മുടെ സോസ് ആഡ് ചെയ്യണം. ഞാൻ കുറച്ച് ഹോം മെയ്ഡ് ചില്ലി പേസ്റ്റ് ഉണ്ടാക്കിയിട്ടുണ്ട്. അതിൻ്റെ റെസിപ്പി വേണമെന്ന് പറഞ്ഞു കഴിഞ്ഞാൽ നിങ്ങൾ പറഞ്ഞു കഴിഞ്ഞാൽ ഞാൻ സെപ്പറേറ്റ് ചെയ്യാം. ഐ ഹാവ് സം ഹോം മെയ്ഡ് chilli sauce, red chilli sauce. If you need a recipe, please give me a comment.
then I will share that also. നമ്മുടെ ഇഞ്ചിയും ഇതെല്ലാം ചോപ്പ് ചെയ്തിട്ടുള്ള മോഡൽ റെഡി സോട്ടായിട്ടുണ്ട്. ഇനി ഞാൻ പറഞ്ഞിട്ടുള്ള ഹോം മെയ്ഡ് ചില്ലി പേസ്റ്റ്, അതൊരു 80 ഗ്രാം ഹോം മെയ്ഡ് ചില്ലി പേസ്റ്റ് ഞാൻ ഇതിനകത്തോട്ട് ആഡ് ചെയ്തിട്ടുണ്ട്. ഞാൻ ഫ്രീസ് ചെയ്ത് വെച്ചിരിക്കുകയാണ്, അത് ഡയറക്റ്റ് ഇതിനകത്തോട്ട് ആഡ് ചെയ്തിരിക്കുകയാണ്. അതിനുശേഷം 50 ml ചില്ലി സോസ്, 50 ml ചില്ലി സോസ് ആൻഡ് 80 ഗ്രാം ഹോം മെയ്ഡ് ചില്ലി സോസ്, ദെൻ 100 ml ഡാർക്ക് സോയ സോസ്, ഒരു 100 ml ഡാർക്ക് സോയ സോസ്. ഇതെല്ലാം കൂടിയിട്ട് നമ്മൾ സ്ലോ ഫയറിൽ കുക്ക് ചെയ്യണം. ദിസ് ഓൾ സോസസ് ആൻഡ് വെജിറ്റബിൾ വി നീഡ് ടു കുക്ക് ഇൻ വെരി സ്ലോ ഫയർ. ദെൻ 50 ml ലൈറ്റ് സോയ സോസ്, അതിനുശേഷം ഒരു 50 ml ലൈറ്റ് സോയ, ദെൻ 50 ml ലൈറ്റ് സോയ സോസ്, ദെൻ 100 ml ടൊമാറ്റോ കെച്ചപ്പ്, ഒരു 100 ml ടൊമാറ്റോ കെച്ചപ്പ്. ഇതെല്ലാം കൂടിയിട്ട് നല്ലപോലെ ഈ വീഡിയോയിൽ കാണുന്ന പോലെ നല്ലപോലെ സ്ലോ ഫയറിൽ കുക്ക് ചെയ്തെടുക്കുക. ഇത് അടിക്ക് പിടിക്കാൻ നോക്കണം. അടിക്ക് പിടിച്ച് കഴിഞ്ഞാൽ ഭയങ്കര പ്രശ്നമാണ്, ഇതിൻ്റെ സ്മെല്ല് മാറിക്കിട്ടും. ആഫ്റ്റർ ദാറ്റ് 200 ml വാട്ടർ, ദെൻ 10 ഗ്രാം സീസണിങ് പൗഡർ, 200 ml വെള്ളവും 10 ഗ്രാം സീസണിങ് പൗഡർ. നിങ്ങളടുത്ത് മാഗി ക്യൂബ് ഉണ്ടെങ്കിൽ മാഗി ക്യൂബ് ആഡ് ചെയ്യാം, അല്ലെന്ന് പറഞ്ഞാൽ സീസണിങ് പൗഡർ ആഡ് ചെയ്യാം. ഞാൻ സീസണിങ് പൗഡറാണ് ആഡ് ചെയ്തിട്ടുള്ളത്. ദെൻ 2 ടീസ്പൂൺ ഷുഗർ, 2 ടീസ്പൂൺ ഷുഗർ, സോൾട്ട് ആസ് പെർ യുവർ ടേസ്റ്റ്. സോൾട്ട് ചെക്ക് ചെയ്തതിന് ശേഷം സോൾട്ട് ആഡ് ചെയ്യണം, കാരണം സീസണിങ് പൗഡറിനകത്ത് സോൾട്ട് പ്രസൻറ്റ് ഉണ്ട്. അതിനുശേഷം ഈ ഗ്രേവി നല്ലപോലെ ബോയിൽ ചെയ്യുന്ന സമയത്ത് നമ്മൾ കോൺഫ്ലോർ ഡൈലൂട്ട് ചെയ്ത് ഇതിന് തിക്കാക്കി എടുക്കണം. ഇപ്പോൾ ഈ വീഡിയോയിൽ കാണുന്ന പോലെ തിക്കാക്കി എടുക്കണം. നമുക്ക് ഡ്രൈ ചില്ലി ചിക്കനാണ് ഞാൻ ഉണ്ടാക്കുന്നത്, അപ്പോൾ അതിനകത്തോട്ട് ഇതാക്കി എടുക്കണം. ദാറ്റ് സോസ് വി നീഡ് ടു ആഡ് സം ഡൈലൂട്ടഡ് കോൺഫ്ലോർ, so it become a thick. After that I'm going to add that fried onion and peppers, then fried chicken, then we need to mix it all very well. ഇതെല്ലാം കൂടി നല്ലപോലെ നമ്മൾ മിക്സ് ചെയ്യണം. ഈ വീഡിയോയിൽ കാണുന്ന പോലെ നല്ല അടിപൊളി കളറാകും ആ സമയത്ത്. This all things we need to mix very well. After that you need to add 10 gram of chop spring onion. ഞാൻ ഇതിനകത്തോട്ട് ഡയഗണലായിട്ട് കട്ട് ചെയ്തിട്ടുള്ള സ്പ്രിംഗ് ഒനിയനാണ് 10 ഗ്രാം ആഡ് ചെയ്തിട്ടുണ്ട് ഫിനിഷ് ചെയ്യുന്നതിന് കുറച്ച് മുന്നായിട്ട്. അതിനുശേഷം നല്ലപോലെ ഒന്ന് മിക്സ് ചെയ്യുക. ഇത്രയേ ഉള്ളൂ. ഇത് സിമ്പിളായിട്ടുള്ളൊരു റെസിപ്പിയാണ്. അപ്പോൾ എല്ലാവരും ഇത് ഫോളോ ചെയ്യുക. നിങ്ങളുടെ ഈ വീക്കെൻഡ്സ് ഇതൊന്ന് ട്രൈ ചെയ്ത് നോക്കുക വീട്ടിൽ. അതുപോലെ തന്നെ നിങ്ങളുടെ വീട്ടിൽ വല്ല ഒരു ചെറിയൊരു നിങ്ങൾ ഒരു ഗെറ്റ് ടുഗദറാ അല്ലെങ്കിൽ വീട്ടിൽ ആരെങ്കിലുമൊക്കെ വരുന്ന സമയത്താണ് ഈസി ആയിട്ട് ട്രൈ ചെയ്യാൻ പറ്റിയ റെസിപ്പിയാണ്. എല്ലാം പ്രോപ്പറായിട്ട് ഈ വീഡിയോയിൽ കാണുന്ന പോലെ പ്രോപ്പറായിട്ട് നിങ്ങൾ ഉപയോഗിച്ചാൽ നല്ല അടിപൊളി റിസൾട്ട് കിട്ടും. അപ്പോൾ ഇതെല്ലാവരും ട്രൈ ചെയ്യുക. താങ്ക് യു വെരി മച്ച്.